അങ്ങനെ പശു പറഞ്ഞതുപോലെ ഹീറോ താറാവുമായി വീട്ടിലേക്ക് എത്തുന്നു. അവന്റെ ഭാര്യയും അനിയത്തിയും ഭയങ്കരമായിട്ട് പേടിക്കുകയാണ്. കാരണം അവർ എല്ലാവരും ഒച്ചുകളാണല്ലോ. ഹീറോ താറാവുമായി അടുത്തേക്ക് വരുമ്പോഴെല്ലാം അവർ കൂടുതൽ പേടിക്കുകയാണ്. അപ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് പശു പറഞ്ഞതാണ് ശരി എന്നത്. അതിനാൽ ഹീറോ ആ താറാവിനെ വെറുതെ വിടുകയാണ്. ശേഷം അവൾ ആ മെഡിസിൻ യൂസ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അത് യൂസ് ചെയ്താൽ ഹാലുസിനേഷനാണ് വരുന്നത്, അതാ പശു തന്നെയാണ് പറഞ്ഞതെന്ന് അവൾ പറയുമ്പോൾ ഞാനും മെഡിസിൻ പഠിച്ച ഒരാളാണ്, അങ്ങനെയാണ് കണ്ടെത്തിയെന്ന് പറയുകയാണ്. എന്നാൽ രാവിലെ ആകുമ്പോഴേക്കും അവൻ അവളുടെ വായിൽ നിന്ന് ബ്ലഡ് കാണുന്നു. പെട്ടെന്ന് പേടിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഗ്രാമത്തലവൻ വന്ന് ആ ഗ്രാമത്തിൽ ഒട്ടുമിക്ക താറാവുകളെല്ലാം മരിച്ചു പോയെന്ന് അറിയിക്കുകയാണ്. അതിനാൽ താറാവിനൊന്നും വാങ്ങിക്കഴിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകി. നദിയിൽ ഒച്ചുകളുടെ എണ്ണം കൂടുതലായി. താറാവ് മരിക്കാനുള്ള കാരണം ഗ്രാമത്തലവന് നല്ലോണം അറിയാം. അത് എങ്ങാനും ഹീറോയെ അറിയിച്ചാൽ അവനും നാശത്തിലേക്കാകും സംഭവിക്കുക. ഈ അടുത്തിടെയാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും അതും ഹീറോയുടെ വിവാഹം ശേഷം. അതിനാൽ അവൻ്റെ ഭാര്യയാണ് സംശയമെന്ന് ഗ്രാമത്തലവൻ പറയുമ്പോൾ രാവിലെ അവളുടെ ചുണ്ടിൽ കണ്ട ബ്ലഡ് താറാവിൻ്റെ ആണെന്ന് മനസ്സിലായി. പശു എല്ലാം തന്നെ ഗ്രാമത്തലവനെ പറഞ്ഞിരുന്നു. എന്നിട്ട് എന്തോ ഒന്ന് ഹീറോയ്ക്ക് നൽകി. അപകടമായ നിമിഷത്തിൽ മാത്രം ഓപ്പൺ ചെയ്താൽ മതി. എന്നാൽ അപ്പോഴേക്കും അവൻ്റെ ഭാര്യ വരുന്നതിനാൽ പേടിച്ച ഗ്രാമത്തലവൻ വേഗം അവിടുന്ന് സ്ഥലം വിടുകയാണ്. തുടർന്ന് പാട്ട് വേണമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം.